നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തേങ്ങാവില കുതിച്ച് കയറിയിട്ടും കർഷകർക്ക് നേട്ടം ലഭിക്കുന്നില്ല. ഉൽപാദന ചെലവിലെ കുതിപ്പ് തെങ്ങ് കർഷകരുടെ നേട്ടത്തിൽ ഇടിവ്. നാളികേര വില തുടർച്ചയായ 15ാം മാസവും താങ്ങുവിലയേക്കാൾ ഏറെ ഉയർന്നു നിൽക്കുമ്പോഴും കൃഷി ചിലവിലുണ്ടായ വർധനവ് കർഷകരുടെ നേട്ടം കുറയ്ക്കുന്നു. കേരളത്തിലെ ഒരു ഹെക്ടറിലെ കൃഷി ചെലവ് ഒറ്റ വർഷം കൊണ്ട് 1,66,000 രൂപയിൽ നിന്നും 1,80,000 രൂപയിലേക്ക് ഉയർന്നു. വർധനവ് 8.12%. 2023-24 വർഷത്തെ കണക്കാണിത്. തേങ്ങാവില കൂടിയതോടെ 2024-25 വർഷവും ഉൽപാദന ചെലവിൽ വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട്. കർഷകരുടെ നേട്ടം വീണ്ടും കുറഞ്ഞു. ചിലവ് ഗണ്യമായി കുറയ്ക്കാൻ യന്ത്രവൽക്കരണം കൊണ്ടുവന്നാൽ മാത്രമേ നാളികേര കൃഷി ഭാവിയിൽ ലാഭകരമാകുമെന്ന് 2026 വർഷത്തെ കൊപ്ര താങ്ങുവില റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നുണ്ട്. നാളികേര കൃഷിയിലെ ചെലവിൽ ഏറിയ പങ്കും മാനുഷികാധ്വാനമാണ്. തൊഴിലാളികൾക്കുള്ള കൂലി, കുടുംബാംഗങ്ങളുടെ അധ്വാനം എന്നിവയിലാണ് ഈ ചെലവ്. ഈ ഇനത്തിൽ മാത്രം 1,18,000 രൂപ ചെലവുണ്ട്. രാജ്യത്തെ ഏറ്റവും ഉയർന്ന ചെലവാണിത്. 2022-23 വർഷത്തെ അപേക്ഷിച്ച് കൂലിയിൽ മാത്രം 21.5% വർധനവുണ്ടായി. 67,707 രൂപയിൽ നിന്നും 82,268 രൂപയിലെത്തി. അതേസമയം കുടുംബാംഗങ്ങളുടെ അധ്വാനത്തിൽ 15.3% കുറവുണ്ടായി. ഹെക്ടറിൽ 36,680 രൂപയാണ് കുടുംബാംഗങ്ങളുടെ അധ്വാനത്തിനായി കണക്കാക്കിയത്. മുൻവർഷം ഇത് 43,302 രൂപയായിരുന്നു. നിലവിൽ യന്ത്രവൽക്കരണം പേരിന് മാത്രമാണ്. തെങ്ങ് കൃഷിയിൽ ഒരു ഹെക്ടറിൽ യന്ത്രം ഉപയോഗിക്കുന്നതിൻ്റെ ചെലവ് കേരളത്തിൽ വെറും 185 രൂപ മാത്രം. കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ കേരളത്തേക്കാൾ കൂടുതൽ യന്ത്രങ്ങൾ കേര കൃഷിയിൽ ഉപയോഗിക്കുന്നുണ്ട്. കർണാടകയിൽ മാത്രം 4,020 രൂപ ഈ ഇനത്തിൽ ചെലവുണ്ട്. വളം, കീടനാശിനി എന്നീ വിഭാഗത്തിൽ 23,947 രൂപയാണ് കേരളത്തിലെ ചെലവ്. ഇത് മുൻവർഷത്തേക്കാൾ 12% അധികമാണ്. കേരളത്തിലാണ് ഈ ചെലവ് ഏറ്റവും കൂടുതൽ. ജലസേചനം, പലിശ, മറ്റിനങ്ങൾ എന്നിവയിൽ 8,753 രൂപ ചെലവുണ്ട്. ബാക്കി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചെലവാണ്. ഇത് മാറ്റി നിർത്തിയാൽ തന്നെ കേരളത്തിലെ കൃഷി ചെലവ് ഹെക്ടറിന് 1,51,000 രൂപയാണ്. മുൻവർഷത്തേക്കാൾ 8.4% വർധനവ്. നേട്ടം വെറും 66%. കൃഷി ചെലവിലെ വർധനവ് കർഷകരുടെ മൊത്ത വരുമാനത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. 2023-24 വർഷത്തെ ചെലവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കേരളത്തിലെ കർഷകരുടെ മൊത്ത വരുമാനത്തിലുള്ള നേട്ടം 66.8% മാത്രമാണ്. സമീപ വർഷങ്ങളിലെ ഏറ്റവും കുറവ് നിരക്കാണിത്. 2022-23 വർഷം 80% നേട്ടം. അതിനു മുൻപ് 85%. ആന്ധ്രാപ്രദേശിൽ കേരളത്തെ അപേക്ഷിച്ച് ചെലവ് കുറവായതിനാൽ അവിടുത്തെ നാളികേര കർഷകർക്ക് കൃഷിയിൽ നിന്ന് 333% നേട്ടമുണ്ട്. തമിഴ്നാട്ടിൽ ഇത് 105.3%. കർണാടകയിൽ നേട്ടം കുറവ് 34.2%. അപ്പോൾ തേങ്ങയ്ക്ക് വില കൂടിയിട്ടും കർഷകർക്ക് നേട്ടം ലഭിക്കുന്നില്ലെന്ന് കർഷകർ പറയുന്നു. അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.